ഹായ് ഗായ്സ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഫൈനൽ ഇയർ പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളിവിടെ പ്രസന്റ് ചെയ്യുന്നത് ഒരു ഡെമോ റിപ്പോർട്ട് മാത്രമാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി ഇതായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് ഈ ഒരു പേജ് ആയിരിക്കും. അത് നിങ്ങൾ നിങ്ങളുടെ കോളേജിന്റെ പേര് മെൻഷൻ ചെയ്യുക. ദെൻ അതിന്റെ താഴെയായിട്ട് അതിന്റെ അഫിലിയേഷൻ എന്താണോ അതും കൂടെ റിമാർക്ക് ചെയ്യുക. ദെൻ നിങ്ങളുടെ ടോപ്പിക്കിന്റെ പേര് കൊടുക്കുക. ദെൻ നിങ്ങൾ ഏത് ബാച്ചിലർ സ്റ്റുഡൻസ് ആണ്, അതായത് BSc ആണോ BC ആണോ, അതിന് അക്കോർഡിംഗ് ആയിട്ട് നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താം. ദെൻ ഏത് ഇയറിലാണ് നിങ്ങൾ അവിടെ ഈ പ്രൊജക്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ദെൻ നിങ്ങളുടെ പേര്, അതായത് ടീം വർക്ക് ആണെങ്കിൽ ടീം മെമ്പേഴ്സിന്റെ എല്ലാവരുടെ പേരും ഇൻക്ലൂഡ് ചെയ്യാം. സിംഗിൾ ആണെങ്കിൽ സിംഗിൾ ആയിട്ടും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ദെൻ മൂവിങ് ടു നെക്സ്റ്റ് പേജ്. നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിലെ ഒരു സർട്ടിഫിക്കറ്റ്, അതായത് ജസ്റ്റിഫൈ ചെയ്യുക നിങ്ങളുടെ പ്രൊജക്റ്റ് എന്താണ്, അതിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത്, പിന്നെ ഇത് നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്, പിന്നെ അതിൽ നിങ്ങളുടെ പ്രൊജക്റ്റിന്റെ ഗൈഡ് ആരാണ്, HOD ആരാണ്, ഇതൊക്കെ ആണ് എന്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ പേജിൽ നിങ്ങൾ മെൻഷൻ ചെയ്ത് അതൊരു ചെറിയൊരു പാരഗ്രാഫിലായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി. ദെൻ നെക്സ്റ്റ് പേജിൽ നിങ്ങൾ അക്നോളജ്മെന്റ് ആണ്. അക്നോളജ്മെന്റ് നിങ്ങളെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പേജാണ്. സോ നിങ്ങൾ അതിൽ നിങ്ങളുടെ HODക്ക് താങ്ക്സ്, പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാം. പിന്നെ നിങ്ങളുടെ പ്രൊജക്ട് ഗൈഡിന് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാം. ദെൻ നിങ്ങൾ എവിടെ നിന്നാണ് പ്രൊജക്ട് ചെയ്യുന്നത്, അവർക്കും നിങ്ങൾക്ക് എന്താവാം നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാം. അതാണ് അക്നോളജ്മെന്റ് എന്ന് പറഞ്ഞ പേജിൽ നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് ഡിക്ലറേഷൻ. അതായത് ഇത്രയും പറഞ്ഞ കണ്ടന്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഒരു സിംഗിൾ പാരഗ്രാഫിലേക്ക് ഡിക്ലെയർ ചെയ്യുക. ദെൻ നിങ്ങൾ ആ ഡിക്ലെയർ ചെയ്യുന്ന പേജിലും നിങ്ങൾ എന്താക്കണം, ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ പേരോ, അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾ പ്രൊജക്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സിംഗിൾ നെയിം കൊടുക്കുക. അല്ലെങ്കിൽ ഗ്രൂപ്പ് മെമ്പേഴ്സും കൂടെ ഉണ്ടെങ്കിൽ അവരുടെ പേരും കൂടെ ഈ പേജിൽ മെൻഷൻ ചെയ്യണം. ദെൻ നെക്സ്റ്റ് പേജിലാണ് കണ്ടന്റ്സ്, അതായത് നിങ്ങളുടെ എന്തൊക്കെ ടോപ്പിക്സ് ഇതിലുണ്ട്, ഇനി വരാൻ പോകുന്ന പേജസിൽ എന്തൊക്കെയാണ് കണ്ടന്റ് ഉള്ളതെന്നൊക്കെ ഈ പേജിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വെക്കുക. അതിന്റെ പേജ് നമ്പർ കൂടെ അതിൽ മെൻഷൻ ചെയ്യണം. ഇതിലിപ്പോ നമ്മൾ ഇവിടെ പ്രസന്റ് ചെയ്ത വീഡിയോക്ക് ഞങ്ങൾ കൊടുക്കുന്നത് അബ്സ്ട്രാക്ട് ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അതിൽ പ്രോബ്ലം ഡെഫിനിഷൻ ഉണ്ട്, റിക്വയർമെന്റ് അനാലിസിസ് ഉണ്ട്, പിന്നെ സിസ്റ്റം ഡിസൈൻ ഉണ്ട്, ടെസ്റ്റിംഗ്, മെയിൻ്റെനൻസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഉണ്ട്, ദെൻ സ്ക്രീൻഷോട്ട് ഉണ്ട്, കൺക്ലൂഷൻ ഉണ്ട്, പിന്നെ ബിബ്ലിയോഗ്രഫി ഉണ്ട്. ദെൻ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം എന്താണെന്ന്. ഫസ്റ്റ് നമ്മൾ അബ്സ്ട്രാക്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ പ്രൊജക്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സെന്ററിൽ നിന്ന് ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഒരു എന്താണ് നിങ്ങൾ ഏത് ടോപ്പിക്കാണോ ചെയ്യുന്നത് ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു അബ്സ്ട്രാക്ട്, ഒരു സിനോപ്സിസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഷോർട്ട് പാരഗ്രാഫിൽ അബ്സ്ട്രാക്ട് ഉണ്ടാവും. ആ അബ്സ്ട്രാക്റ്റിൽ പറയുന്നുണ്ടാവും നിങ്ങളുടെ ഓവറോൾ പ്രൊജക്റ്റിന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമായിരിക്കും. ദെൻ നെക്സ്റ്റ് പേജിൽ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഇൻട്രൊഡക്ഷനിൽ നിങ്ങളുടെ ടൈറ്റിലിന്റെ പേര് വൺ ബൈ വൺ ആയിട്ട് മെൻഷൻ ചെയ്യുക. ടൈറ്റിൽ കൊടുക്കുക, പിന്നെ ടൈപ്പ് ഏതാണ്, ഒബ്ജക്റ്റീവ് ഏതാണ്, പിന്നെ പ്രോജക്റ്റിന്റെ കോർഡിനേറ്റേഴ്സ് ആരൊക്കെയാണ്, അതൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുക. ദെൻ പ്രോജക്റ്റിന്റെ ഓവർവ്യൂ, നിങ്ങൾ ഈ പ്രോജക്റ്റിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ എന്താകാം പ്രൊജക്ട് ഓവർവ്യൂ, അതൊക്കെ നിങ്ങളുടെ ടോപ്പിക് ബേസ്ഡ് ആയിട്ടാണ് നിങ്ങൾ കൊടുക്കേണ്ടി വരിക. ദെൻ ഡൊമൈൻസ് യൂസ്ഡ്, നിങ്ങൾ ഈ പ്രോജക്റ്റ് ഏതൊക്കെ ഡൊമൈനിലാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ഇതിൽ മെൻഷൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഏത് ഇപ്പോൾ AIMലൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ദെൻ ഓർഗനൈസേഷൻ പ്രൊഫൈൽ, നിങ്ങൾ എവിടെ നിന്നാണ് ഈ പ്രൊജക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇതിൽ കാണുന്നത് റിസ്ക് ടെക്നോളജീസ് ആണ്. അപ്പോൾ അവിടുന്ന് ഒരു സർട്ടിഫൈഡ് ഒരു പ്രൊഫൈൽ കിട്ടും. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് പേജിൽ പ്രോബ്ലം ഡെഫിനിഷൻ ആൻഡ് മെത്തഡോളജി. ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാ പ്രോജക്ട് റിപ്പോർട്ടിലും സിമിലർ ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് സെയിം കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പ്രോബ്ലം ഡെഫിനിഷൻ ആയാലും ഒബ്ജക്റ്റീവ്സ് ആയാലും മെത്തഡോളജി നിങ്ങളുടെ പ്രോജക്റ്റിൽ ഏതൊക്കെ മെത്തേഡ്സിലാണോ കൊടുക്കുന്നത് അതൊക്കെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. ദെൻ റിക്വയർമെന്റ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ. റിക്വയർമെന്റ് അനാലിസിസിൽ പറയുന്നത് നിങ്ങൾ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത്, നിങ്ങളെ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ റിക്വയർമെന്റ് ഉണ്ട് അതൊക്കെ കൊടുക്കുക. ദെൻ എക്സിസ്റ്റിംഗ് സിസ്റ്റം ആൻഡ് പ്രൊപ്പോസ്ഡ് സിസ്റ്റം നിങ്ങളുടെ സിനോപ്സിസിൽ ഉണ്ടാവും. നിങ്ങളുടെ ടോപ്പിക്കിന് ബേസ്ഡ് ആയിട്ടായിരിക്കും ആ എക്സിസ്റ്റിംഗ് പ്രൊപ്പോസ്ഡ് വരുന്നുണ്ടാവുക, അതും ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് പേജിൽ നിങ്ങൾ മൊഡ്യൂൾസ് യൂസ്ഡ്, അതായത് മൊഡ്യൂൾസ് ഓരോ ടോപ്പിക്കിനും ഓരോ ഡിഫറെന്റ് മൊഡ്യൂൾസ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് സിനോപ്സിസിൽ എന്തൊക്കെയാണ് മൊഡ്യൂൾസ് മെൻഷൻ ചെയ്തത്, ഇപ്പം എല്ലാവർക്കും 4-5 മൊഡ്യൂൾ ഉണ്ടാവണം എന്നില്ല.
ചില കുട്ടികൾക്ക് 1 or 2 മൊഡ്യൂൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അതിന്റെ മൊഡ്യൂൾസും ആ മൊഡ്യൂൾസിൽ എന്തൊക്കെ ഫങ്ഷൻസ് ഇൻക്ലൂഡഡ് ആണ് അതൊക്കെ എന്താക്കാം ഈ ഒരു മൊഡ്യൂൾ യൂസ്ഡിൽ മെൻഷൻ ചെയ്യാം. ദെൻ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ, അതിൽ ഫങ്ഷണൽ റിക്വയർമെന്റ്സ് ഉണ്ടാവും, നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്സ് ഉണ്ടാവും. അതായത് ഇതിൽ എന്തൊക്കെ ഫങ്ഷൻസ് വർക്കാവുന്ന ഫങ്ഷൻസ് ഉണ്ടാവും, അതിൽ വർക്കാവാത്ത ഫങ്ഷൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവും. അപ്പം അതൊക്കെ എന്താക്കുക ഫങ്ഷണൽ റിക്വയർമെന്റ്സ് ആൻഡ് നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്സ് നിങ്ങളുടെ പ്രോജക്റ്റ് ടോപ്പിക് ബേസ്ഡ് ആയിട്ട് നിങ്ങൾ ഇതിൽ കൊടുക്കണം. ദെൻ ഹാർഡ്വെയർ സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും, സോഫ്റ്റ്വെയർ സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും. ഇതും നമ്മുടെ സിനോപ്സിസിൽ നമ്മൾ മെൻഷൻ ചെയ്ത് തരുന്നതാണ്. ലാസ്റ്റത്തെ പോർഷൻസിലേക്ക് അത് ഉണ്ടാവും, ഹാർഡ്വെയർ സ്പെസിഫിക്കേഷൻസും സോഫ്റ്റ്വെയർ സ്പെസിഫിക്കേഷൻസും. ദെൻ ഫീസിബിലിറ്റി സ്റ്റഡി ഒക്കെ ഈ സെയിം തന്നെ കൊടുത്താൽ മതി, കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അതൊക്കെ കോമൺ ആയിട്ട് എല്ലാ പ്രോജക്റ്റ് റിപ്പോർട്ടിലും കൊടുക്കുന്നതാണ്. ഫീസിബിലിറ്റി സ്റ്റഡിയിൽ വരുന്നതാണ് എക്കണോമിക് ഫീസിബിലിറ്റി, ടെക്നിക്കൽ ഫീസിബിലിറ്റി, ഓപ്പറേഷണൽ ഫീസിബിലിറ്റി, ബിഹേവിയറൽ ഫീസിബിലിറ്റി. ദെൻ സിസ്റ്റം ഡിസൈൻ, അതായത് നിങ്ങളുടെ ഇൻപുട്ട് ഡിസൈനും ഔട്ട്പുട്ട് ഡിസൈനും. ഇതൊക്കെ ഇൻപുട്ട് ഡിസൈൻ്റെയും ഔട്ട്പുട്ട് ഡിസൈൻ്റെയും കോണ്ടന്റ് സെയിം ആയിരിക്കും. ദെൻ ഇതിൽ ആർക്കിടെക്ചറൽ ഡയഗ്രാം ഉണ്ട്. ആർക്കിടെക്ചറൽ ഡയഗ്രാം നിങ്ങൾ സിസ്റ്റത്തിലേക്ക് നിങ്ങൾ വരച്ചിട്ടുണ്ടാവും, DFT വരച്ചിട്ടുണ്ടാവും, യൂസ് കേസ് ഡയഗ്രാം വരച്ചിട്ടുണ്ടാവും. അപ്പം DFT അടുത്തത് നമുക്ക് പോകാനുള്ള DFT ഡയഗ്രാം വരക്കാനുള്ള ഡാറ്റ ഫ്ലോ ഡയഗ്രാം വരക്കാനുള്ളത്. ഇപ്പൊ ഡാറ്റ ഫ്ലോ ഡയഗ്രത്തിന്റെ ബേസിക് ആയിട്ടുള്ള എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ഇതിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുക്കുക. ദെൻ അതിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന കോമ്പണൻസ് ഏതൊക്കെയാണ്. ഇപ്പോൾ റെക്റ്റാങ്കിൾ ആണെങ്കിൽ അത് എക്സ്റ്റേണൽ എൻറ്റിറ്റി ആയിരിക്കും, എയറോ മാർക്ക് ആണെങ്കിൽ അത് ഡാറ്റ ഫ്ലോനെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും, പിന്നെ ഓവൽ ഷേപ്പ് ആണെങ്കിൽ അത് പ്രോസസ് ആയിരിക്കും. ദെൻ ഈ ഒരു ഷേപ്പ് ഇതാണ് ഡാറ്റ സ്റ്റോർ എന്ന് പറയുന്നത്. ഈ DFT വരക്കുന്നതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ആയിട്ടുള്ള വീഡിയോ അടുത്തത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ എക്സ്പ്ലനേഷൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് ഈ DFTയിലെ നിങ്ങൾ കൊടുക്കുന്ന ഓരോ കോമ്പണൻസിൽ അതിന്റെ ജസ്റ്റ് ഒരു ചെറിയ സിംഗിൾ ഓർ ഒരു 2 ലൈൻ എക്സ്പ്ലനേഷൻ കൊടുക്കുക ഓരോ കോമ്പണൻസിനെ കുറിച്ചും. ദെൻ നിങ്ങൾ DFT വരച്ചത് കൊടുക്കുക. DFT നിങ്ങൾ ഓൾറെഡി നിങ്ങൾ സ്മാർട്ട് റോൾ വരച്ചിട്ടുണ്ടാവും. അതായത് വരുന്നൊരു വീഡിയോയിൽ ഞങ്ങളത് പറയാം, സ്മാർട്ട് റോളിലാണ് ഇത് വരക്കുന്നുണ്ടാവുക. അപ്പം ആ DFT ജസ്റ്റ് നിങ്ങൾ സേവ് ചെയ്ത ഫോൾഡറിൽ നിന്ന് ജസ്റ്റ് ഇതിലേക്ക് കൊടുത്താൽ മതി, ഇൻക്ലൂഡ് ചെയ്യുക. അതിൽ ഓരോ മൊഡ്യൂൾസിൻ്റെയും DFT ഉണ്ടാവും. ദെൻ യൂസ് കേസ് ഡയഗ്രാം. യൂസ് കേസ് ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു സിംപ്ലസ്റ്റ് റെപ്രസെന്റേഷൻ ആണ്. അതായത് യൂസറിന് സിസ്റ്റമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിംപ്ലസ്റ്റ് റെപ്രസെന്റേഷൻ ആണ് എന്ത് യൂസ് കേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പം ഇതായിരിക്കും ഒരു യൂസ് കേസ് ഡയഗ്രത്തിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ യൂസ് കേസ് ഡയഗ്രത്തിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു യൂസ് കേസിന്റെ ഡയഗ്രത്തിൽ നിന്ന് നമ്മളുടെ ഫസ്റ്റത്തെ മൊഡ്യൂളിലേക്ക് നമ്മൾ ഈച്ച് ആൻഡ് എവറി മൊഡ്യൂളിലേക്കുള്ള കണക്ഷൻ കൊടുക്കുക. അതാണ് ഒരു ബേസിക് ആയിട്ട് യൂസ് കേസ് ഡയഗ്രത്തിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ടാവുക. ദെൻ ഡാറ്റാബേസ് ഡിസൈൻ. ഡാറ്റാബേസ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പം ബേസിക് ആയിട്ട് നമ്മൾ ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിനെ കുറിച്ചൊരു ബേസിക് പാരഗ്രാഫ് ഇതിൽ കൊടുത്താൽ മതി, ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഇത് സെയിം പാരഗ്രാഫ് തന്നെ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. ദെൻ നോർമലൈസേഷനും അതേപോലെ എല്ലാ പ്രൊജക്ട് റിപ്പോർട്ടിലും സെയിം ആയിരിക്കും നോർമലൈസേഷന്റെ കണ്ടന്റ് ഉണ്ടാവുക. ദെൻ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ ഡാറ്റാബേസിലെ ടേബിൾസിനെ നമുക്ക് ഇതിൽ കൊടുക്കണം. നമ്മൾക്ക് ഇതിൽ കാണുന്ന എല്ലാ ഫീൽഡും കൊടുക്കണം. അതായത് ഫീൽഡ്സ് കൊടുക്കണം, ഡാറ്റ ടൈപ്പ് കൊടുക്കണം, അതിന്റെ സൈസ് എത്രയാണെന്ന് കൊടുക്കണം, പിന്നെ കൺസ്റ്റിറ്റ്യൂൻസ് കൊടുക്കണം. പിന്നെ ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ അതിൽ പ്രൈമറി കീ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ ഇതിൽ മെൻഷൻ ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഓരോ ടേബിൾസും അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ടെസ്റ്റിംഗ്, മെയിൻ്റനൻസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ആണ്. അതായത് ബേസിക്കലി സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറയുന്നതിൽ യൂണിറ്റ് ടെസ്റ്റിംഗ് ഉണ്ടാവും, ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ഉണ്ടാവും. ഇതിലെ കോണ്ടന്റ് ഒക്കെ സെയിം ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാ പ്രൊജക്റ്റിലും. അപ്പോൾ ഇത് തന്നെ അവിടെ നിങ്ങൾ മെൻഷൻ ചെയ്ത് കൊടുക്കുക. ദെൻ മെയിൻ്റനൻസും സെയിം കോണ്ടന്റ് തന്നെ കൊടുത്താൽ മതി. ദെൻ സിസ്റ്റം ഇംപ്ലിമെന്റേഷൻ, നിങ്ങൾ ഈ സിസ്റ്റം ഇംപ്ലിമെന്റേഷൻ ആയാലും നിങ്ങളെ പ്രോജക്റ്റിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് ഇതിൽ ഓവറോൾ ആയിട്ട് കൊടുക്കുന്നത്. അപ്പം അതും ജസ്റ്റ് ഈ സെയിം കോണ്ടന്റ് തന്നെ കൊടുക്കുക. ദെൻ സ്ക്രീൻഷോട്ട്, അതായത് നിങ്ങളെ പ്രൊജക്റ്റിന്റെ എല്ലാ സ്ക്രീൻഷോട്ടും, നിങ്ങളുടെ ഓരോ ഇന്റർഫേസിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എന്താക്കുക പ്രൊജക്റ്റിന്റെ റിപ്പോർട്ടിൽ വെക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നിങ്ങൾ എന്തൊക്കെ ഇന്റർഫേസസ് ഉണ്ടോ നിങ്ങൾക്ക് അതൊക്കെ ഇതിലേക്ക് മെൻഷൻ ചെയ്യുക. ഓരോ ഫങ്ഷൻസ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ഇന്റർഫേസസ് ആണ് വരിക. അപ്പൊ അതിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് എന്താക്കുക നിങ്ങളുടെ ഈ റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യണം. അത് നിർബന്ധമാണ് കേട്ടോ.
ദെൻ കൺക്ലൂഷൻ, നിങ്ങൾ ഈ ഓവറോൾ പ്രോജക്റ്റ് റിപ്പോർട്ടിന് ഒരു ചെറിയൊരു കൺക്ലൂഷൻ കൊടുക്കുക. ദെൻ ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വേറെ ഒരു റെഫറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ റെഫറൻസിന് നിങ്ങൾ ലിങ്ക് ആണോ ഏതെങ്കിലും സൈറ്റിൽ നിന്നാണെങ്കിൽ ആ സൈറ്റിന്റെ ലിങ്ക് ഇതിൽ മെൻഷൻ ചെയ്യുക. ദെൻ ഇൻ കേസ് നിങ്ങളൊരു ബുക്കാണ് റെഫർ ചെയ്തെങ്കിൽ ആ ബുക്കിന്റെ പേരും അതിന്റെ ഓതറിന്റെ നെയിമും കൂടെ ഇതിലേക്ക് മെൻഷൻ ചെയ്യുക. അത്രേ ഉള്ളൂ ഒരു ഓവറോൾ പ്രോജക്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഐഡിയ എന്ന് പറയുന്നത്. ഇനി ഈ പ്രൊജക്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിഫറെന്റ് ഓരോ പ്രൊജക്ട് റിപ്പോർട്ടിനും ഓരോ കണ്ടന്റ് ആയിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ കണ്ടന്റ് മാറ്റുക. പിന്നെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡിലായിരിക്കും. അപ്പോൾ താങ്ക് യു.